ലഹരി കേസിൽ സംവിധായകൻ സമീർ താഹിറിനെ അല്പം മുമ്പ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരിക്കുന്നു. സംവിധായകരായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും പ്രതികളായ ലഹരി കേസുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ്. ഈ അറസ്റ്റ് എക്സൈസിന്റെ ചോദ്യം ചെയ്യലിന് ശേഷമാണ്. അതുല്യ വിവരങ്ങളുമായിട്ട് ചേരുന്നു. അതുല്യ, ഈ അറസ്റ്റ് അതിനുശേഷം ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടിരിക്കുന്നു. ഏത് പശ്ചാത്തലത്തിലാണ് വിശദമായിട്ടുള്ള ഈ ചോദ്യം ചെയ്യലും അറസ്റ്റും ഉണ്ടായിട്ടുള്ളത്? മനീഷ്, കഴിഞ്ഞ ഏപ്രിൽ 27-ന് യുവ സംവിധായകരായ ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ എന്നിവരെ സമീർ താഹിറിന്റെ ഗോശ്രീ പാലത്തിനടുത്തുള്ള ഫ്ളാറ്റിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവ് ഉപയോഗിക്കുന്നതിന് തയ്യാറെടുക്കുന്നതിനിടെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അന്ന് ഇത്തരത്തിൽ കഞ്ചാവ് ഉപയോഗിക്കാനുള്ള സ്ഥലം അല്ലെങ്കിൽ സൗകര്യം ഒരുക്കി കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ സമീർ താഹിറിന് ഹാജരാകാൻ വേണ്ടി നോട്ടീസ് അയച്ചിരുന്നു. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ എക്സൈസിന്റെ ചോദ്യം ചെയ്യൽ ഉണ്ടായിരിക്കുന്നതും അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുന്ന നടപടികളിലേക്ക് കടന്നിരിക്കുന്നതും. ഇത്തരത്തിൽ ഈ ലഹരി ഉപയോഗിക്കുന്നതിനാണ് ഇരു സംവിധായകരും അവിടെ എത്തിയത് എന്നുള്ള കാര്യം സമീർ താഹിറിന് അറിയുമായിരുന്നു. ഇത്തരത്തിൽ മുൻപും അവിടെ ഇവർക്ക് ലഹരി ഉപയോഗിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി നൽകിയിട്ടുണ്ടോ, ലഹരി എവിടെ നിന്നാണ് എത്തിച്ചത് മുതലായ കാര്യങ്ങളിലെല്ലാം തന്നെ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയായിരുന്നു ഇന്നത്തെ എക്സൈസിന്റെ ചോദ്യം ചെയ്യൽ നടന്നത്. കൊച്ചി കച്ചേരിപ്പടിയിലെ എക്സൈസ് റേഞ്ച് ഓഫീസിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ നടന്നത്. വൈകിട്ട് ഏതാണ്ട് 4 മണിയോടുകൂടിയാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്. 2 മണിക്കൂറോളം സമീർ താഹിറിനെ ചോദ്യം ചെയ്തിരുന്നു. അദ്ദേഹത്തോട് പ്രധാനമായും ചോദിച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞത് ഫ്ലാറ്റ് എന്ത് ആവശ്യത്തിനു വേണ്ടി എടുത്തിട്ടിരിക്കുന്ന ഫ്ലാറ്റാണ്, ഈ സംവിധായകർ അവിടെ സ്ഥിരമായി എത്താറുണ്ടോ, സിനിമാ മേഖലയിൽ നിന്നടക്കം മറ്റ് ആരെല്ലാമാണ് ഫ്ലാറ്റിലെ സ്ഥിരം സന്ദർശകർ, ലഹരി ഉപയോഗം അവിടെ സ്ഥിരമായി നടത്താറുണ്ടോ, എവിടെ നിന്നാണ് ലഹരി എത്തിക്കുന്നത് മുതലായ കാര്യങ്ങളായിരുന്നു. അതിന് അദ്ദേഹം നൽകിയ മറുപടികൾ എന്ന് പറയുന്നത് ഗോശ്രീ പാലത്തിനടുത്തുള്ള ഈ ഫ്ലാറ്റ് വാടകയ്ക്ക് എടുക്കുന്നത് 7 വർഷം മുൻപാണ്. ലഹരി ഉപയോഗിക്കാൻ സ്ഥലം നൽകി എന്നുള്ള ആരോപണം അല്ലെങ്കിൽ ആ ഒരു വാദം സമീർ താഹിർ തള്ളിയിട്ടുണ്ട്. താൻ ഫ്ളാറ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് അഷ്റഫ് മാത്രമാണ് ഫ്ളാറ്റിലെത്തിയത്. ഖാലിദ് റഹ്മാൻ എത്തിയത് പിന്നീടാണ്. ഇവരുടെ കയ്യിൽ ലഹരി വസ്തു ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇവർ ലഹരി ഉപയോഗിക്കാൻ വേണ്ടിയാണ് അവിടെ എത്തിയത് എന്ന് തനിക്ക് അറിയില്ലായിരുന്നു എന്നാണ് സമീർ താഹിറിന്റെ മൊഴി. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആദ്യമായാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ അന്ന് പിടിയിലായ ദിവസം സംവിധായകർ തങ്ങൾ ലഹരി ഉപയോഗിക്കാറുണ്ട് എന്ന കാര്യം സമ്മതിച്ചിരുന്നു. അന്ന് തന്നെ സമീർ താഹിറിനെ കൂടി പ്രതി ചേർക്കുന്ന കാര്യത്തിൽ പോലീസ് അല്ലെങ്കിൽ അത്തരമൊരു സാധ്യത എക്സൈസ് മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ കൂടുതൽ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമായിരിക്കും അവരെ കൂടി ഈ കേസിൽ പ്രതി ചേർക്കേണ്ടതുണ്ടോ എന്ന് തീരുമാനിക്കാൻ കഴിയൂ എന്നായിരുന്നു അന്ന് പറഞ്ഞത്. ഏപ്രിൽ 27-ന് പുലർച്ചെ 2 മണിയോടുകൂടിയാണ് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഫ്ളാറ്റിനുള്ളിൽ ലഹരിയുടെ ഉപയോഗം നടക്കുന്നുണ്ട് എന്നുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും പിടിയിലാകുന്നത്. ഇരുവരിൽ നിന്നും 1.6 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ് കണ്ടെടുത്തത്. ഇവരും ലഹരി ഉപയോഗിക്കാറുണ്ട് എന്ന് സമ്മതിച്ചിരുന്നു. അതിനുശേഷം ചോദ്യം ചെയ്യലിന് ശേഷം ഇരുവരെയും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിരുന്നു. ഇവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിരുന്നു എങ്കിലും ഇതിൽ അന്വേഷണം ഇപ്പോഴും പോലീസും എക്സൈസും തുടരുകയാണ്. കേസ് ഇതുവരെ അന്വേഷണം പൂർത്തിയാക്കുകയോ ക്ലോസ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. അതിന്റെ ഭാഗമായാണ് സമീർ താഹിറിന് എക്സൈസ് നോട്ടീസ് അയക്കുന്നത്. ആ നോട്ടീസിന് ആദ്യമൊന്നും സമീർ താഹിർ പ്രതികരിച്ചിരുന്നില്ല എങ്കിലും സമീർ താഹിർ പ്രതികരിക്കാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തെ കൂടി പ്രതി ചേർക്കേണ്ടതുണ്ടോ എന്നുള്ള ഒരു സാധ്യത ആരാഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഇന്ന് വൈകുന്നേരം കൊച്ചിയിലെ കച്ചേരിപ്പടിയിലുള്ള എക്സൈസ് റേഞ്ച് ഓഫീസിൽ സമീർ താഹിർ ഹാജരായത്. 2 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയെങ്കിലും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുണ്ട്. ഏതാണ്ട് എപ്പോൾ വിളിപ്പിച്ചാലും ഇത്തരത്തിൽ അന്വേഷണത്തിന് സഹകരിക്കണം എന്നും അതുപോലെ തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നും ഉള്ള ഉപാധിയോടുകൂടിയാണ് ജാമ്യം നൽകിയിരിക്കുന്നത്. കേസിന്റെ ഭാഗമായി അന്വേഷണം എന്തായാലും തുടരും. അതുകൊണ്ട് തന്നെ ഇനിയും ചോദ്യം ചെയ്യൽ ഉണ്ടാകും എന്നുള്ളൊരു സൂചനയാണ് എക്സൈസ് നൽകുന്നത്. ഇനി ചോദ്യം ചെയ്യൽ എപ്പോൾ ഉണ്ടായാലും ഹാജരാകണം എന്നുകൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല അന്വേഷണത്തോട് എല്ലാ രീതിയിലും പൂർണ്ണമായും സഹകരിക്കും എന്നുള്ള ഉപാധിയോടുകൂടിയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ബനീഷ്, ശരി. ചാപ്പാക്കുരിശ്, നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമി, കലി എന്നീ ചലച്ചിത്രങ്ങളുടെ സംവിധായകനും അതിനേക്കാൾ ഉപരിയായി അമൽ നീരദിന്റെ ബിഗ് ബി, ഡാഡി കൂൾ, നിദ്ര, ഡയമണ്ട് നെക്ലേസ്, സെല്ലോയിഡ്, ബാംഗ്ലൂർ ഡേയ്സ് എന്നീ ചിത്രങ്ങളുടെ ഛായാഗ്രാഹകനുമായ
സമീർ താഹിറിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുന്നു. അത് കഞ്ചാവ് കേസുമായിട്ട്, ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണ് 2 മണിക്കൂർ ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുന്നത്. നിരവധി ചോദ്യങ്ങൾ സമീർ താഹിറിന് നേരെ പോലീസും എക്സൈസ് സംഘവും ഉയർത്തുകയുണ്ടായി. ലഹരി ഇവർ ഉപയോഗിക്കുന്നത് അറിയാമായിരുന്നുവോ? സംവിധായകർ ഫ്ളാറ്റിൽ എത്തിയത് എന്തിനാണ്? നിങ്ങൾ ലഹരി ഉപയോഗിക്കുമോ എന്നതടക്കമുള്ള വിഷയങ്ങൾ. സംവിധായകരായിട്ടുള്ള ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും പ്രതികളായിട്ടുള്ള ലഹരി കേസിലാണ് സംവിധായകൻ സമീർ താഹിറിനെ എക്സൈസ് ചോദ്യം ചെയ്ത് അതിനുശേഷം ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം ജാമ്യത്തിൽ വിട്ടിരിക്കുന്നത് എന്ന് അതുല്യ റിപ്പോർട്ട് ചെയ്യുന്നു. സമീർ താഹിറിൻ്റെ ഈ പറഞ്ഞ ഗോശ്രീ പാലങ്ങളോട് ചേർന്ന ആഡംബര ഫ്ളാറ്റുകളുടെ വലിയ നിര പ്രേക്ഷകരുടെ മനസ്സിൽ ഓർമ്മയുണ്ടാവും. ആ ഭാഗങ്ങളിലൂടെ യാത്ര പോകുമ്പോൾ അവിടെയുള്ള സമീറിൻ്റെ ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവുമായിട്ട് ഖാലിദും അഷ്റഫും പിടിയിലായ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഈ ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, സമീർ താഹിറിനെ ജാമ്യത്തിൽ വിട്ടിരിക്കുന്നതും.